ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വറുത്തരച്ച കടച്ചക്ക കറിയുടെ റെസിപ്പിയാണ്. നല്ല നാടൻ കേരള സ്റ്റൈൽ കടച്ചക്ക വറുത്തരച്ച കറി ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, അപ്പം, പൂരി ഇവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ഞാനിതെല്ലാം ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കട്ടെ. ഞാൻ കടച്ചക്ക കറി ഉണ്ടാക്കാൻ 2 കടച്ചക്കയാണ് എടുത്തേക്കുന്നത്. അത്ര ഫ്രഷ് ഒന്നുമല്ല, 3 ദിവസമായി മേടിച്ച് വെച്ചിട്ട്. അതായത് ഇങ്ങനെ കറുത്തു പോയത്. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ഞാൻ ചെത്തി മുറിച്ചെടുക്കട്ടെ. നടുക്കത്തെ അതാ ഈ സാധനം നമുക്കങ്ങ് വേണ്ട, ഇതങ്ങ് കളഞ്ഞേക്കണം കേട്ടോ. കടച്ചക്ക ഞാൻ എരിഞ്ഞിതാ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ കറയെല്ലാം പോകാൻ വേണ്ടിയാണേ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ചെറിയുള്ളിയാണേ. ചെറിയുള്ളി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി എരിഞ്ഞത് ഞാൻ 1 സ്പൂണാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒരു ചട്ടിയിലിട്ട് നല്ലപോലെ വേവിക്കാം. അപ്പോൾ ഞാൻ അടുപ്പിൽ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ കടച്ചക്ക എല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണ് ചട്ടിയിലോട്ട്. ആ കറയുള്ള വെള്ളം ഒഴിക്കാതെ ആ വെള്ളത്തിൽ നിന്ന് വാരി കടച്ചക്ക എല്ലാം ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. അതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും ഇഞ്ചി വെളുത്തുള്ളി 1 സ്പൂൺ ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, ചക്ക വേവാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു അടപ്പിട്ട് അടച്ചു വെച്ചേക്കാതെ വേകട്ടെ. അപ്പോൾ നമ്മുടെ ചക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു അടുപ്പിൽ ചീനിച്ചട്ടി വെച്ചിട്ട് തേങ്ങ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയുടെ കൂടെ തന്നെ ഇതാണ്ട് 1 ഏലക്ക, അതുപോലെ ഒത്തിരി കറുവപ്പട്ട വേണ്ട, 1 പിഞ്ച് കറുവപ്പട്ട, 1 8 കുരുമുളക്, ഇത് 3ഉം കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 സ്പൂണ് പെരിഞ്ജീരകം, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണേ. മസാലയുടെ ടേസ്റ്റൊക്കെ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനെല്ലാം അളവ് കുറച്ചാണ് കൊടുത്തേക്കുന്നത്. 1 8 കുരുമുളക്, 1/2 സ്പൂൺ പെരിഞ്ജീരകം, 1 ഏലക്ക, തേങ്ങ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മൾ തേങ്ങ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കാം. തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കേണ്ടത്. മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന്. മുളക് പൊടി നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈയുടെ ചൂടിൽ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ അങ്ങ് മൂത്തോളും. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ചെറു ചൂടോടെ കൊണ്ട് തന്നെ നല്ലപോലെ അരച്ചെടുക്കാം. ഞാൻ ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരട്ടെ. തേങ്ങയൊക്കെ വറുത്ത് അരയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചക്ക നന്നായിട്ട് വെന്ത് കാണും. നമുക്ക് നോക്കട്ടെ. ചക്കയൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. സമയത്ത് നമ്മുടെ വറുത്തരച്ച തേങ്ങയും കൂടെ അങ്ങ് ചേർക്കുവാണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
കട്ടി ചാറാണ്. ഞാൻ ഇച്ചിരി ലൂസാക്കാൻ വേണ്ടി ചെറു ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കട്ടെ. അടച്ചു വെച്ചേക്കാം. നമുക്ക് വരുന്നുണ്ട് നമ്മുടെ കടച്ചക്ക കറിയുടെ. നമുക്ക് തുറക്കാം. നല്ല സെറ്റായിട്ടുണ്ട്. കടച്ചക്കറി നല്ലപോലെ തിളച്ച് നല്ല മസാലയൊക്കെ ആ കടച്ചക്കയിൽ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കടുക് വറുത്ത് താളിക്കാം. കടുക് വറുത്ത് താളിക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാവേ. 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കടച്ചക്ക കറിക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവേ. കറിയിലേക്ക് കടുക് വറുത്ത് താളിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കറി കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വെച്ചേക്കാം. നമ്മുടെ കറി തുറക്കാം. അടിപൊളി. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാണ് ഈ കടച്ചക്ക കറി. എല്ലാവരും എൻ്റെ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് എഴുതാനും മറക്കരുത്. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. നാളെ പുതിയൊരു റെസിപ്പിയുമായി നാളെ വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു.